നമസ്കാരം, ഞാൻ ബോബ് സാഗർ. ഇന്ന് ഞാനുള്ളത് ഒരു വലിയ കലാകാരൻ്റെ കൂടെ. ഇന്ന് ഗാനമേള വേദികളിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു ഗായകൻ, കൊച്ചിൻ കലാഭവൻ അടക്കം നിരവധി ട്രൂപ്പുകളുടെ മലയാള ഗായകനാണ് സിനോജ് പറവ്. ഇദ്ദേഹത്തിൻ്റെ കൂടെയാണ് എന്നുള്ളത്. സിനിമേട്ട ഷോയിലേക്ക് സ്നേഹം നിറഞ്ഞ സ്വാഗതം. താങ്ക് യു. ഇന്നുമെൻ്റെ കണ്ണുനീരെ നിന്നോർമ്മ പുഞ്ചിരിച്ചു, ഈറൻമൂകിൽ മാലകളിൽ ഇന്ദ്രധനുസെന്ന പോലെ ഇന്നുമെൻ്റെ കണ്ണുനീരിൽ നിന്നോർമ്മ പുഞ്ചിരിച്ചു, ഈറൻമൂകിൽ മാലകളിൽ ഇന്ദ്രധനുസെന്ന പോലെ ഇന്നുമെൻ്റെ കണ്ണുനീരിൽ നിന്നോർമ്മ പുഞ്ചിരിച്ചു. പ്രൊഫഷണൽ ഗാനമേള രംഗത്ത് എത്ര വർഷമായിട്ട് ഇപ്പോൾ സജീവമായിട്ടുണ്ട്? പ്രൊഫഷണൽ ഗാനമേളത്ത് ഒരു 20 വർഷത്തോളമായിട്ടുണ്ട്. ആദ്യ പ്രൊഫഷണൽ ട്രൂപ്പ് എന്ന് പറയുന്നത് കൊച്ചിൻ സോളാണ്. അതിലാണ് കുറച്ച് കാലം സ്ഥിരമായിട്ട് പാടിയത്. അതിനുശേഷം പിന്നെ കുറച്ച് കാലം ഒരു ഗ്യാപ്പൊക്കെ വന്നു. വീണ്ടും അതിനൊരു 2-3 വർഷത്തിനായിട്ട് വീണ്ടും സജീവമായി. ഒരുപാട് ട്രൂപ്പുകൾ, ബ്ലൂ മാക്സ് കൊച്ചിൻ, കലാഭവൻ, അങ്ങനെ കുറേ മെഗാ ബീറ്റ്സ് തൃശ്ശൂർ, അങ്ങനെ ഒത്തിരി ട്രൂപ്പിൽ പാടാറുണ്ട്. എങ്ങനെയായിരുന്നു ഈ സംഗീത രംഗത്തേക്കുള്ള ഒരു വരവ്? അതായത് ചെറുപ്പം മുതലേ പാടുമായിരുന്നത്? സംഗീത രംഗത്തേക്കുള്ള വരവ് ഒരു ഭയങ്കര, എന്നെ സംബന്ധിച്ചൊരു ഭയങ്കര അത്ഭുതമാണ്. കാരണം ചെറുപ്പത്തിലൊന്നും അത്ര വലിയ പാട്ടുകാരനൊന്നും അല്ല. എനിക്ക് തോന്നുന്നു ഞാൻ 2ാം ക്ലാസ് 3ാം ക്ലാസ്സിലേക്ക് പഠിക്കുമ്പോൾ പാട്ട് പാടിയിട്ട് പിന്നെ ഒരുപാട് വർഷം ഒരു ഗ്യാപ്പ് വന്ന് എനിക്ക് തോന്നുന്നു ഒരു 20 വയസ്സിനൊക്കെ ശേഷമാണ് പിന്നെ പാടി തുടങ്ങുന്നത്. അത് ഇൻസ്പിറേഷൻ ആയത് മധു ബാലകൃഷ്ണൻ്റെ ഒരു ഗാനമേളയാണ്. അത് കണ്ടതിന് ശേഷമാണ് എനിക്ക് പാട്ടിനോട് ഭയങ്കര ഒരു ഗാനമേളയ്ക്ക് പാടണം, അങ്ങനെ ഒരു ക്രൈസ് വന്ന്, സ്റ്റേജിൽ വരണം എന്നുള്ള ഒരു ക്രൈസ് വന്നിട്ട് അതിനുശേഷം ഞാൻ സംഗീതമൊക്കെ പഠിക്കാൻ ചേർന്ന് കുറച്ച് കാലമൊക്കെ എൻ്റെയൊക്കെ പുറകെ നടന്ന് പിന്നെ സ്റ്റേജിലേക്കൊക്കെ വന്നു തുടങ്ങി. അപ്പോൾ സിനിമയെ കുറിച്ച് നമ്മൾ അറിയാവുന്നിടത്തോളം ഒരു കലാകാരൻ എന്നുള്ള നിലയ്ക്ക് ഗായകനേക്കാളും കൂടുതൽ ചേട്ടൻ നന്നായിട്ട് പടം വരയ്ക്കും. അപ്പോൾ അത് എന്തായിരുന്നു പിന്നെ പ്രോത്സാഹിപ്പിക്കപ്പെടാതെ? മീൻസ് പടം ഹൈലൈറ്റ് ചെയ്യാതിരുന്ന എന്താ? ഹൈലൈറ്റ് അങ്ങനെയല്ല, ഞാൻ ആദ്യം പടം വരയിലാണ് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്തത്. ഇപ്പോൾ സ്കൂൾ പഠനകാലം, കോളേജ് പഠനകാലത്തൊക്കെ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്തത് പടം വരയില്ല. അപ്പോൾ അന്ന് അങ്ങനെ പിന്നെ പാട്ടിലേക്ക് വന്നപ്പോൾ അതിന് സമയം ചിലവഴിക്കാൻ പറ്റാത്തൊരവസ്ഥ വന്നപ്പോൾ പിന്നെ അങ്ങനെ കുറഞ്ഞു. എന്നാലും ഇടയ്ക്കൊക്കെ വരയ്ക്കും, സമയം കിട്ടുന്ന അനുസരിച്ച്. സിനിമ പരിചയപ്പെടുന്ന കാലങ്ങളിൽ തന്നെ സിനിമയുടെ ഒപ്പൊക്കെ നടക്കുമ്പോൾ സിനിമയുടെ എപ്പോഴും പടമാണ് നമ്മൾ കാണിച്ചിരുന്നത്. ആള് ഗംഭീരമായിട്ട് വരയ്ക്കും. അപ്പം അതിന് ശേഷമല്ല, എപ്പോഴും പാട്ടുണ്ടെങ്കിൽ കൂടെ ഈ പടം വരെ ഒരു വലിയ കാര്യമുള്ളൂ. അപ്പം അത് ഭയങ്കര സിദ്ധിയാണത്. പിന്നെ അതും കൂടെ ഇതിൻ്റെ കൂടെ കൊണ്ടുപോകാൻ പാടില്ലേ? സമയം കിട്ടുന്ന അനുസരിച്ച് വരയ്ക്കണ്ട, ഞാൻ സമയക്കുറവുണ്ട്. ഓക്കെ. എത്തരത്തിലുള്ള ഗായകരുടെ പാട്ടാണ് കൂടുതൽ പാടുന്നത്? സ്വാഭാവികമായിട്ടും ഒരു മലയാളം ഗായകൻ എന്ന നിലയിൽ ദാസേട്ടൻ തന്നെയാണ് എപ്പോഴും നമ്മുടെ മാനസികമായിട്ടുള്ള ഗുരു. ഏറ്റവും കൂടുതൽ അദ്ദേഹത്തെ പാട്ടുകൾ കേൾക്കുക ആണ് കൂടുതൽ ഇഷ്ടം. ഗായികമാരൊക്കെ ആണെങ്കിൽ എസ് ജാനകിയാണ് ഏറ്റവും ഇഷ്ടമുള്ള പാട്ട്. ഇത്രയും വർഷമായിട്ട് നമ്മൾ ഫീൽഡിലുണ്ട്. അപ്പോൾ നമുക്ക് ഒരു സിനിമ എന്ന് പറയുന്ന ഒരു വലിയ സ്വപ്നമാണല്ലോ. അപ്പോൾ അത്തരത്തിലുള്ള സിനിമ മേഖലയിലൊക്കെ പാടാനുള്ള അവസരങ്ങളൊക്കെ നമുക്ക് ലഭിച്ചിട്ടുണ്ടോ? സിനിമ അതൊരു സ്വപ്നമാണ്. ഞാൻ 2012 ഒരു പടത്തിൽ പാടിയായിരുന്നു. അത് പക്ഷെ അത്ര ഒരു വലിയ പോപ്പുലർ സിനിമയൊന്നും അല്ലാണ്ട് ആ ഒരു സിനിമയിൽ ഞങ്ങൾ പാടിയൊക്കെ പോയി. ആ സമയത്തൊക്കെ കുറേ വ്യൂവേഴ്സൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ സ്വാഭാവികമായിട്ടും അത് ശബ്ദരേഖ എന്നുള്ളൊരു പടമാണ്. അതൊരു ആന്തോളജിക്കൽ മൂവിയാണ്. ഒരു 3-4 സിനിമകളുള്ളതിൽ ഒരു സിനിമയിലൊരു പാട്ടായിരുന്നു. നല്ലൊരു പാട്ടായിരുന്നു. പിന്നീട് അവസരങ്ങൾ ഞാൻ 2-3 പാടി. പക്ഷെ അതൊക്കെ എന്തോ കഷ്ടം. നമ്മുടെ ചാനൽ ഷോകളിൽ ഏതിലൊക്കെ ഉണ്ടായിരുന്നു? ഞാൻ ഏഷ്യാനെറ്റിൽ 2011 ഏഷ്യാനെറ്റ് മൈലാഞ്ചി എന്ന് പറഞ്ഞ ഒരു മാപ്പിളപ്പാട്ട് റിയൽ ഷോയിൽ കണ്ടസ്റ്റൻ്റ് ആയിരുന്നു. 2011 സെമി ഫൈനൽ വരെയൊക്കെ ഉണ്ടായിരുന്നു. അതിനുശേഷം പിന്നെ അങ്ങനെ ജനം ടി വിയിൽ പാടിയിട്ടുണ്ട്, കൈരളി വി ചാനലിൽ പാടിയിട്ടുണ്ട്. എനിക്ക് 2011 ഏഷ്യാനെറ്റിലെ പരിപാടി തന്നെയാണ് ഏറ്റവും ലേറ്റസ്റ്റ് ആയത് പാടിയത്. അതല്ലേ, ഈ ഒരു ഇൻ്റർവ്യൂ പോലെയുള്ള ഷോ ആയതുകൊണ്ടാണ് ഇതൊരു ഔപചാരികമായിട്ടുള്ള ചോദ്യങ്ങളൊക്കെ വരുന്നത് കേട്ടോ. ഞങ്ങൾ ഒരുമിച്ചൊരു ബാൻഡിൽ പാടിക്കൊണ്ടിരിക്കുന്ന ആളുകളാണ്. ഞങ്ങൾക്ക് മാജിക് ബാൻഡ് എന്ന് പറഞ്ഞിട്ടൊരു ബാൻഡ് ഉണ്ട്. അതിൽ സിനിമയുടെ അനിയൻ പാട്ടുകാരനാണ് സിജു സിയാൻ. ഇപ്പോൾ ഏഷ്യാനെറ്റിൻ്റെ മറ്റേ സ്റ്റാർ സിംഗറിൻ്റെ ഗ്രൂമറാണ്. ഇതുകൂടാതെ അബ്ദുൾ ഷുക്കൂർ. അങ്ങനെ ഞങ്ങൾ 4 ഗായകരാണ് ഇതിൽ സ്ഥിരം ഉണ്ടായിരുന്ന പാട്ടുകാർ. അപ്പോൾ അത് വലിയ അനുഭവങ്ങൾ, വലിയ ഷോകൾ, ദൂരം വലിയ പരിപാടികളാണ് ചെയ്തത്. അപ്പോൾ സിനിമയുടെ ഒരു പാട്ട്
എങ്കിലുമെന്നോ മലാൾക്കു താമസിക്കാനെൻ കരളി തങ്കക്കിനാക്കൾ കൊണ്ടൊരു താജ്മഹൽ ഞാനുയർത്താം. മായാത്ത മധുരഗാന മാലിനിയുടെ കൽപ്പടവിൽ കാണാത്ത പൂങ്കുടിലിൽ കൺമണിയെ കൊണ്ടുപോകാം. പ്രാണസഖി ഞാൻ വെറുമൊരു പാമരനാ പാട്ടുകാരൻ. ഗാനലോക വീഥികളിൽ വേണുമാട്ടിടയൻ പ്രാണസഖി ഞാൻ. ചേട്ടാ അടിപൊളിയായിരുന്നു. ഈ ഗാനമേള രംഗത്തേക്ക് വരുന്ന ഒരു ടൈമിൽ എങ്ങനെയായിരുന്നു അവിടെ നമ്മുടെ അവിടുത്തെ അവസരങ്ങളൊക്കെ എങ്ങനെയായിരുന്നു? അവസരങ്ങൾ നമ്മൾ കരോക്കെയൊക്കെ പാടിയാണ് ആദ്യം വന്നത്. കുറേ സ്ഥലത്ത് അമ്പലങ്ങളിലൊക്കെ നമ്മളിങ്ങനെ പോയിട്ട് ചോദിച്ചിട്ടൊക്കെ പാടിയിട്ടുണ്ട്, അവസരമൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പം അതിൽ ഏറ്റവും എടുത്തു പറയേണ്ട ഒരാൾ ഞങ്ങളുടെ അടുത്തൊരു ബിനിൽ എന്ന് പറഞ്ഞ ചേട്ടനുണ്ട്, അപ്പു എന്നൊക്കെ ഞാൻ വിളിക്കുന്നു. അന്ന് സൗണ്ടൊക്കെ പുള്ളി ഒരു ദിവസം എന്നെ ഞാൻ ചെറിയ പുള്ളിക്കൊക്കെ ഷോപ്പുണ്ടായിരുന്നു റെക്കോർഡിങ്ങിൻ്റെയൊക്കെ. അപ്പം ഞാനവിടെ രാത്രിയൊക്കെ ചെന്ന് പാടുകയൊക്കെ ചെയ്യും. ഒരു ദിവസം പുള്ളി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, എടാ നാളെ നിനക്കൊരു പരിപാടി ഉണ്ട്, നീ വന്നോ. അപ്പം ഞാൻ ഞെട്ടിപ്പോയി, നമ്മളിങ്ങനെ ഓർക്കസ്ട്രയിലൊന്നും പാടിയില്ലല്ലോ. ഞാൻ ആകെ ആക്സിഡൻ്റ് ആയി. പിറ്റേ ദിവസം ഞാൻ അന്ന് സൈക്കിളൊക്കെയാണ്, ബൈക്കൊന്നുമില്ല, സൈക്കിളൊക്കെ ചവിട്ടി അവിടെ ചെന്നിട്ട് ആള് നീയാണ് ഇന്നത്തെ ഫസ്റ്റ് പാട്ടുകാരൻ, മലയാളം പാട്ടുകാരൻ നീയാണ് പാടാൻ. ഞാനപ്പോൾ കൈകാലൊക്കെ പറക്കേട്ടാ, ഓർക്കസ്ട്രയിലൊന്നും പാടിയില്ല, കരോക്കെ പോലെ അല്ലല്ലോ, വ്യത്യാസം ഉണ്ടല്ലോ ചെറിയ, നമുക്ക് വേറെ ഒരു ഇതാണ്. ഞാൻ ചെന്ന് നിന്നു പാടി. ഉത്തമൻ സിനിമയിലെ പാട്ടില്ലേ പാലാഴി പാട്ടാണ് തുടങ്ങണമെന്ന് ആ പാട്ട്. അപ്പോൾ പുള്ളീനെ ഒരിക്കലും മറക്കാൻ പറ്റില്ല, പുള്ളി ഭയങ്കര ഇഷ്ടപ്പെട്ടു, ഒരു പ്രിയപ്പെട്ട ആളാണ്. അതിനുശേഷം പറവൂരിലെ വളരെ ഫേമസ് ആയിട്ടുള്ളൊരു പ്രോഗ്രാം കോർഡിനേറ്റർ ഉണ്ട്, നന്ദു സിംപ്ലെക്സ് എന്ന് പറഞ്ഞ ഷോപ്പിൻ്റെ അതെ നന്ദു ചേട്ടൻ. പുള്ളി ഒരുപാട് ഷോ, ഏറ്റവും എനിക്ക് ഫസ്റ്റത്തെ ഒരു പ്രൊഫഷണൽ ഷോ നന്ദു ചേട്ടനാണ് എനിക്ക് തന്നെ. ചേട്ടൻ്റെ മാത്രമല്ല അത്, അതെ ഒരുമാതിരിപ്പെട്ട എല്ലാ പറവൂരുമായിട്ട് ബന്ധപ്പെട്ട എല്ലാവരും ഷോ ഷോകളുടെ ആളായിരുന്നു. പുള്ളി ഒരു ദിവസം ഞാൻ നമ്മുടെ നാട്ടിലുള്ളൊരു ചെറിയ അമ്പലത്തിൽ ഞാനിങ്ങനെ ഒരു പാട്ട് പാടിയപ്പോൾ പുള്ളിയുടെ ഒരു ഷോ അവിടെ ഉണ്ടായിരുന്നു. അപ്പം അന്ന് പുള്ളി അവിടെ വന്നപ്പോൾ എന്നോട് പറഞ്ഞു, എടാ അടുത്ത ദിവസം ഞാൻ വിളിക്കാം എന്ന് പറഞ്ഞിട്ട് ആൾ പോയി. ഞാൻ മരിച്ച ചിലപ്പോൾ ഇങ്ങനെ ചുമ്മാ പറഞ്ഞായിരിക്കും എന്ന് വിചാരിച്ചു. പക്ഷേ കുറച്ച് ദിവസം കഴിയുമ്പോൾ എനിക്കൊരു കോൾ വരികയാണ്, നാളെ ഉച്ചയാകുമ്പോൾ പോകണം, തൃശ്ശൂരാണ് പരിപാടി. വേറെ ഒന്നും പറഞ്ഞില്ല പുള്ളി, ഡീറ്റെയിൽസ് ഒന്നുമില്ല. അപ്പോൾ എനിക്കൊന്നും അറിയാൻ പാടില്ല. ഞാൻ പിറ്റേ ദിവസം ഉച്ചയ്ക്ക്, അപ്പം നമുക്ക് അന്ന് നമ്മളൊരു സാധാരണ പരിപാടി പോലെ പോണേ. അപ്പോൾ ചെന്ന് വണ്ടി കയറി പോയി. അവിടെ ചെന്നപ്പോൾ ഞാൻ ഞെട്ടി, കാരണം അന്ന് അവിടെ ആ ഷോയ്ക്ക് വന്നേക്കുന്ന ആൾക്കാർ നമ്മുടെ രമേശ് പിഷാരടി, പിന്നെ സാജൻ പള്ളുരുത്തി, സാജനൊക്കെ ലീഡ് ചെയ്യണ പുള്ളിയാണ്. അത്രയും വലിയൊരു ഷോയിലാണ് ഞാൻ പാടണം. എനിക്ക് അധികം ഒത്തിരി കളക്ഷനൊന്നുമില്ല, പാട്ടുകളൊന്നും അറിയില്ല, ആകെ 2-3 പാട്ട് അറിയുള്ളൂ. പക്ഷേ 2-3 പാട്ട് ഞാൻ വൃത്തിയായിട്ട് പാടി. അന്ന് രമേശ് ചേട്ടനൊക്കെ വന്നിട്ട് നല്ല പാട്ടാണെന്നൊക്കെ പറഞ്ഞു. അതൊരു ഭയങ്കര ആദ്യ കാലഘട്ടത്തിൽ കണ്ട ഒരു സംഭവം. ഇതേപോലെ നന്ദു ചേട്ടൻ്റെ ഷോയ്ക്ക് ആണ് ഞാനും ഒരു വലിയ ഷോയ്ക്ക് വരുന്നത്. അന്ന് പ്രദീപേട്ടനുണ്ട്, ഞാൻ പറഞ്ഞിട്ടുണ്ട് പ്രദീപേട്ടൻ ചേട്ടൻ ഭയങ്കര ഇഷ്ടമായിരുന്നു ചേട്ടൻ്റെ പാട്ടൊക്കെ. എനിക്ക് വേണ്ട പുള്ളി, ഞാനൊരു പരിപാടിക്ക് പാടിക്കൊണ്ടിരിക്കുമ്പോൾ പുള്ളി വന്നേക്കാം അവിടെ. പുള്ളിക്ക് അവിടെ പറവൂർ ടൗൺ ഹാളിലാണ്. അപ്പം ഞാനിങ്ങനെ ഒരു പാട്ട് പാടിയിട്ട് പോയപ്പോൾ പുള്ളി എനിക്ക് നന്ദു ചേട്ടൻ്റെ പരിപാടി ആണെന്നു ഞാൻ പാടിയിരിക്കുക. അപ്പോൾ പുള്ളി വന്നേക്കാം, സിനോജ് എടാ നിൻ്റെ പേരെന്താടാ? ഞാൻ പറഞ്ഞു സിനോജ്. നല്ല പാട്ടാടാ, നീ എന്നെ വിളിക്കണം, അടുത്ത പ്രോഗ്രാം കണ്ട് ഞാൻ പറയാം നിന്നോട്. അപ്പോൾ നിന്നെ ഞാൻ ഓർക്കണമെങ്കിൽ ആലിലത്താലി എന്നുള്ള പാട്ടാണ് ഞാൻ പറയുക. അപ്പോൾ നീ അത് പറയണം, ഞാനാണ് ആലിലത്താലി അന്ന് പാടിയ സിനോജാണ്, എനിക്ക് ചിലപ്പോൾ ഓർക്കാം. അങ്ങനെ പുള്ളിയോട് പറയാം, എനിക്ക് ചിലപ്പോൾ ഓർക്കാൻ പറ്റില്ല നിന്നെ, അപ്പോൾ നീ ഇങ്ങനെ പറയണം ഞാൻ ടൗൺ ഹാളിൽ ഇന്ന പാട്ട് പാടിയാളാണ്. അതൊരു ഭയങ്കര അനുഭവം. കാരണം അതിന് ശേഷം പുള്ളി ഒത്തിരി പരിപാടിക്ക് എന്നെ സഹായിച്ചിട്ടുണ്ട്, പരിപാടിക്ക് കൊണ്ടുപോയിട്ടുണ്ട്. അതുപോലെ തന്നെ വളരെ വേണ്ടപ്പെട്ട ഒരാളുടെ ഒരു ചിറ്റയുടെ ഹസ്ബൻഡുണ്ട്, ചിറ്റ ഇളയച്ചനാണ്, മോഹനൻ. പുള്ളി കുറേ ഷോസ് നമുക്ക് തന്നിട്ടുണ്ട്. പുള്ളിയുടെ ഒരുമാനിക്കണം ഈ പാട്ടുകാരനാക്കണയിലൊക്കെ ഒരു വളരെ പ്രധാന ഘടകം പുള്ളിക്കാരാണ്. കാരണം അത്രയും ഷോസൊക്കെ എനിക്ക് പുള്ളി പഠിച്ചിട്ടുണ്ടോ? പാട്ട് കുറച്ചൊക്കെ, ഒരുപാടൊന്നും ഞാൻ പഠിച്ചിട്ടില്ല, അത്യാവശ്യം വേണ്ട കാര്യങ്ങൾ മാത്രമേ പഠിച്ചിട്ടുള്ളൂ. അതല്ലേ ബേസിക്കായിട്ട്. ഇപ്പോൾ സംഗീത രംഗത്ത് എന്താണ് ഇപ്പോൾ നിലവിൽ? നിലവിൽ കലാഭവൻ,
ബ്ലൂ മാക്സ് ചാലക്കുടി, ബ്ലൂ മാക്സ് കൊച്ചി ഇപ്പം, പിന്നെ മെഗാബിറ്റ്സ്, അതാ മൂന്നിലാണ് കൂടുതൽ പാടുന്നത്. പിന്നെ അവിടെ എല്ലാം ചെറിയ ചെറിയ ഷോസും വലിയ ഷോസൊക്കെ ആയിട്ട് വരും. മലയാളത്തിലിപ്പോൾ ഒരു ട്രെൻഡ് നടന്നുകൊണ്ടിരിക്കുകയുള്ളൂ. അപ്പോൾ അങ്ങനത്തെ തരത്തിലുള്ള പാട്ടുകൾ പാടാറുണ്ടോ? അല്ലെങ്കിൽ നമ്മൾ മെലഡി പാട്ടുകളും ഇപ്പോൾ നമ്മുടെ ഗാനമേള വേദിയിലെ സ്ഥിരം പാട്ടുകളാണ് വേൽമുരുക ഹരഹര പോലുള്ള പാട്ടുകളൊക്കെ, അതൊക്കെ സ്ഥിരം പാടേണ്ടി വരുന്ന പാട്ടുകളാണ്. അല്ലാതെ ഇപ്പോൾ ട്രെൻഡിലുള്ള മലയാള സോങ്സ് അതും കൂടെ പാടാറുണ്ടോ? ട്രെൻഡിലുള്ള സോങ്സ് ഞാൻ ശ്രമിക്കാറുണ്ട്. കാരണം വേറെ അല്ലാണ്ട് നമുക്ക് പറ്റില്ല. കാരണം നമ്മൾ കാലത്തിനനുസരിച്ച് നീങ്ങിയില്ലെങ്കിൽ നമ്മളെപ്പോഴും ഔട്ടായി പോകും. അപ്പോൾ നമ്മൾ മാക്സിമം അതിനോട് ശ്രമിക്കാറുണ്ട്. പറ്റണ പാട്ടുകളൊക്കെ നമ്മൾ പാടും, അല്ലെങ്കിൽ കൂടുതലും പഴയ പാട്ടുകളൊക്കെ തന്നെ വളർന്നു വരും. അതിപ്പോൾ എന്തായാലും നമ്മൾ ചെയ്യേണ്ട വരുമല്ലോ. കാരണം നമ്മൾ അങ്ങനെ ഒരു ഇതായിട്ട് നടക്കുമ്പോൾ നമ്മളത് പഠിക്കണം. അതാണ്. അതിപ്പോൾ നമുക്കൊന്നും പറയാൻ പറ്റില്ല, കാലഘട്ടത്തിൻ്റെ മാറ്റം നമ്മൾ അംഗീകരിക്കാതെ. കലാരംഗത്തെ വിശേഷങ്ങൾ അറിഞ്ഞു. കുടുംബത്തിൻ്റെ വിശേഷങ്ങൾ? കുടുംബത്തിൽ ഞാൻ ഇപ്പോൾ താമസിക്കുന്നത് കൈതാരം എന്ന സ്ഥലത്താണ്. വൈഫും മോനും കൂടെ. തറവാട് കെടാമംഗലത്താണ്. അവിടെ അച്ഛനമ്മ അനിയന്മാരൊക്കെയാണ് താമസിക്കുന്നത്. പെങ്ങളാണ് കല്യാണം കഴിച്ചത് ചാലക്കുടി. വൈഫിൻ്റെ ഒരു സുബിത, ഈ കാലക്കുടി അടുത്ത് തുമ്പൂരാണ് വീട്. മോൻ ഇപ്പോൾ 4ാം ക്ലാസ്സിൽ പറവൂർ. അത്യാവശ്യം കുഴപ്പമില്ലാതെ പാടും. വൈഫ് കുഴപ്പമില്ല, നല്ല നല്ല കേൾവിക്കാരിയാണ്. പിന്നെ അത്യാവശ്യം സെൻസ് ഉണ്ട്, മ്യൂസിക് സെൻസ്. ആള് ഫ്രണ്ടിൽ ഇരിക്കുമ്പോൾ നമ്മൾ പാടുമ്പോഴേ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവില്ല. അത്യാവശ്യം സെൻസ് ഉള്ള ആളായതുകൊണ്ട് ശ്രുതി ചേരാത്തൊക്കെ വരുമ്പോൾ ആൾക്ക് പെട്ടെന്ന് മനസ്സിലാവും. അപ്പോൾ സിനോട്ടാ, താങ്ക് യു വെരി മച്ച്. ഷോയിൽ വന്നതിന് സന്തോഷം. അപ്പോൾ ഒരുപാട് പരിപാടികളുണ്ടാവട്ടെ. അതെ, ഫീൽഡിൽ ലോകത്തെ എല്ലാ രാജ്യങ്ങളിലും പോയി പരിപാടി അവതരിപ്പിക്കാൻ അത് വലിയൊരു കാര്യമാണ്. പിന്നെ അപ്പോൾ അത്തരത്തിലുള്ള ഒരു ഭാഗ്യം കൂടെ ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. സിനിമയിൽ പാടാനുള്ള അവസരം ലഭിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. അമ്മ என்றழைக்காது உயிரில்லையே, அம்மாவை வணங்காது உயர்வில்லையே. அம்மா என்றழைக்காது உயிரில்லையே, அம்மாவை வணங்காது உயர்வில்லையே. நேரில் நின்று பேசும் தெய்வம் பெற்ற தாயின்றி வேறொன்று ஏது. அம்மா என்றழைக்காது உயிரில்லையே, அம்மாவை வணங்காது உயர்வில்லையே.